എൻ്റെ മകൾക്ക് ജനിക്കുമ്പോൾ ജനനേന്ദ്രിയം ഉണ്ടായിരുന്നു. അത് ഒരു 3ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അത് അടഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 വർഷം വെയിറ്റ് ചെയ്യേ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ വേറെ ഒരു ഫീമെയിൽ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി തന്നെയാണ്. പിന്നെ അവർ ഡോക്ടർ എഴുതി തന്നത് ഒരു ഓയിൽമെൻറ്റ് മാത്രമാണ്. ഈ ഓയിൽമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഓയിൽമെൻറ്റ് ഉപയോഗിച്ചു. ഞാൻ ഉടമ്പടി എടുത്തുള്ളത് കൊണ്ട് ഉടമ്പടി നിറച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചത്. അങ്ങനെ പതിയെ അവൾക്ക് അതിൻ്റേതായ എല്ലാ ജനനേന്ദ്രിയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി സർജറി വേണ്ട, കുട്ടിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകൾ LSS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സാമിന് 2 ദിവസം മുന്നേ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞു മകളെ കൊണ്ടുപോവാണ്, കൃപാസനത്തേക്ക് പോവുകയാണ്. അപ്പോൾ അധ്യാപകർ പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോകരുത്, ഞങ്ങൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നാൾ പഠിപ്പിച്ചില്ലേ, ഇനി നമുക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് കുട്ടീനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ കിട്ടി നമുക്കൊരു 35 മാർക്കാണ്. ജയിക്കാനായിട്ട് 48 മാർക്ക് വേണം. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 62 മാർക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവളുടെ സ്കൂളിൽ അവൾക്കായിരുന്നു ആ വർഷത്തെ ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുക, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ചൂടുവെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ഞത്ത് വന്നിട്ട് കെട്ടി നിന്നിട്ട് പേടിച്ചിട്ട് എണീക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഉടമ്പടിയിലായ പിന്നെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തനിയെ മാറിപ്പോയി. എൻ്റെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ജോലി കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുകയും കാശുരൂപം തരികയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ, എന്നാലും ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് രാവിലെ മോർണിംഗിൽ പ്രയർ ഉണ്ടാവും. ആ പ്രയറിൻ്റെ സമയത്ത് അവരൊക്കെ പ്രാർത്ഥിക്കുക ആ സ്ഥാപനത്തിൽ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈശോ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, എൻ്റെ ഉടമ്പടി ജീവിതം കുറച്ചും കൂടി നന്നായി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ജോലി ക്രമീകരിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഫലമായിട്ട് ഞാൻ ദിവസം പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റും സെപ്റ്റംബറും ഇത് 2 മാസങ്ങളാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതിൽ ജൂൺ കഴിഞ്ഞ് ജൂലൈ അങ്ങനെ ഞാൻ ആ മാസങ്ങൾ വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റ് ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ വരികയും സെപ്റ്റംബറിൽ ജോലിക്ക് വിളിക്കുകയും ചെയ്തു. ജോലി ലഭിച്ചത് തന്നെ പള്ളിയുടെ മുൻപിലാണ്. അതുകൊണ്ട് എനിക്ക് എന്നും കുർബാന കാണാനും ബൈബിൾ വായിക്കാനും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനും എനിക്ക് കൃത്യമായി സാധിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി പേപ്പർ പത്രം നമ്മൾ വെറുതെ കൊണ്ടുപോടുത്താൽ ആരും വാങ്ങിക്കൂല. അത് വേണ്ട, കളിയാക്കി വിടും, നിനക്ക് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കും. പിന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ പേപ്പറുകളൊക്കെ വേഗം ഓരോരുത്തർ വാങ്ങി അത് വേഗം കഴിയും. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുന്നത് കൂടാണ്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ 6 മിനിറ്റൊക്കെ കുറവായിരുന്നുണ്ടെങ്കിൽ, അരമണിക്കൂറിൽ കുറവായിരുന്നുണ്ടെങ്കിൽ ഞാൻ വചനങ്ങൾ കുറേ പറഞ്ഞ് പ്രാർത്ഥിക്കും. ജോലി ചെയ്യുമ്പോഴൊക്കെ വചനങ്ങൾ ഒരുപാട് ഞാൻ ചൊല്ലും. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് മാതാവിനെ ഒന്ന് പിടിക്കാൻ കിട്ടിയെങ്കിലേ, അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ള അർഹതയും യോഗ്യതയൊന്നും ഇല്ല, പിന്നെ ടോക്കൺ വാങ്ങിക്കാനുള്ള സാമർഥ്യവും ഇല്ല. അപ്പോൾ ഞാൻ മാറി ഒതുങ്ങി നിന്നു, സാറിൽ എനിക്ക് വേണ്ട. പക്ഷേ അപ്പോൾ വന്ന സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞത്, അതായത് പരീക്ഷ എഴുതുന്നവർ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ കൈ പൊന്തിച്ചു, അന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ടോക്കൺ തന്നു. അപ്പോൾ ഞാൻ വെച്ച് കൊടയോ വിളക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും മതിയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് മാതാവിന് തന്നെയായിരുന്നു. പിന്നെയെന്ന് പറയുന്നത്, ഞങ്ങളുടെ അവിടെ പുഷ്പസാധന, അതായത് അമ്മമാർ വയ്യാതെ കിടക്കുന്ന സ്ഥലമാണ്. കിടപ്പ് രോഗികളുണ്ട്, അവർ വയ്യാത്ത രോഗികൾ. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞ് അവർ വളഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ കിടപ്പ് രോഗികൾക്കൊക്കെ തീരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഉടുപ്പുകൾ, ഞാൻ ആദ്യം എന്ത് ചെയ്യും, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ അവിടെ ഒരു മെഷീൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ മെഷീൻ ആരും ഉപയോഗിക്കുന്നത് വെച്ചപ്പോൾ ആരും ഉപയോഗിക്കില്ല മോളെ, നിനക്ക് മെഷീൻ ഉപയോഗിക്കാൻ അറിയിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ആകെ 2 ദിവസമാണ് ടൈലറിങ് പഠിച്ചിട്ടുള്ളത്. ഓരോ സന്ദർശകർ വന്നവർ കുറച്ച് 20 മേലെ അമ്മമാരുണ്ട്. സന്ദർശകർ വന്ന് അവർക്ക് ഉടുപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ആ ഉടുപ്പുകൾ അവരെ എണ്ണം പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. അവരെ കറക്റ്റ് സൈസ് വലുപ്പമൊന്നും ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ കൃപാസനത്തേക്ക് വരുന്ന ഒത്തിരി പേരും അവർ ഉടുപ്പ് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ഉടുപ്പുകൾ അവർക്ക് ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവരുടെ അളവിനെ അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഉടുപ്പ് ആ 2 ദിവസത്തെ പരിചയത്തിൽ ഞാൻ വെട്ടി തയ്ച്ച് കൊടുക്കും. ഇനി ചെല്ലാൻ നമ്മൾ വരുന്നത് അവർ വെയിറ്റ് ചെയ്യും, ഒരു വന്നില്ലല്ലോ ഇനി വരാൻ വൈകി കഴിഞ്ഞാൽ അവർ സൂചി നൂലെടുത്ത് തുന്നും. നമ്മൾ ചെല്ലുമ്പോൾ ഇതൊന്ന് അഴിച്ച് തരും, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറയും.
ഇതാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്നും ഡെയിലി 2 സാക്ഷ്യങ്ങൾ വായിക്കും. അപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ സാക്ഷ്യം ഇങ്ങനെ വായിച്ച് കഴിയും. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പേപ്പർ കിട്ടുക. ആ പേപ്പർ കിട്ടണ വരെ അതിൽ തന്നെ സാക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വായിക്കും. പുതിയ പേപ്പർ കിട്ടുമ്പോഴാണ് ഞാൻ പഴയ പേപ്പർ മാറ്റുള്ളൂ. എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്ത് ഈശോയുടെ മാതാവിനോടും നന്ദി പറയുന്നു.